ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ശക്തനിൽ, തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ വസ്ത്രമഹാത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് കുറച്ച് നാളായി ഇത് തുടങ്ങിയിട്ട് വരണമെന്ന് വിചാരിക്കാറുണ്ട്, സമയം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം, പറ്റിയതുണ്ടെങ്കിൽ എടുക്കാം എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 99 മുതൽ 69 മുതൽ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 49 റുപ്പീസിൻ്റെ വരെ എനിക്കൊരു ചെറിയ ലെഗിൻസ് കിട്ടിയായിരുന്നു. അതായത് നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ലേഡീസ് ടോപ്സ്, ടീഷർട്ട്സ്, കുട്ടികളുടെ ഡ്രസ്സ്, ബെഡ്ഷീറ്റ്സ്, പിന്നെന്താണ് നൈറ്റീസ്, പുതപ്പ്, അങ്ങനെ കുറേ സംഗതികൾ ഉണ്ട് കേട്ടോ. എല്ലാതും ഹൈ ക്വാളിറ്റി ഒന്നുമല്ല, പക്ഷേ ചിലതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട്. ട്രാക്ക് സ്യൂട്ട്സും ഇതുപോലെ ബർമുഡ ട്രൗസേഴ്സൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഇടാനായിട്ട് നല്ല റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും. ഞങ്ങളിവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് 1-2 ട്രാക്ക് പാൻറ്റും 1-2 ടീഷർട്ടും കുട്ടിക്കൊരു കുഞ്ഞു ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കാം കേട്ടോ. ഒരു ഷർട്ട്സൊക്കെ 299 എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. 299 അല്ല 249 കിടക്കുന്നുണ്ട്. അത് നോക്കിയില്ല, കുഴപ്പമില്ല, തെറ്റില്ല. അതായത് നമുക്ക് അത്യാവശ്യമൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെയാണ് കേട്ടോ. തുണി നല്ലതൊക്കെയാണ്. ഇവർ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് വിറ്റഴിക്കുന്നു അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ചിലപ്പോൾ എന്തെങ്കിലും നമ്മളിങ്ങനെ ക്വാളിറ്റി ചെക്ക് കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയ ഇതുള്ള പീസസ് മാറ്റി വയ്ക്കുമല്ലോ. പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ളതല്ലേ ഷോപ്സിലേക്ക് അവർ എടുക്കുള്ളൂ. അപ്പോൾ ക്വാളിറ്റി ടെസ്റ്റ് പാസ്സാവാത്തതായിരിക്കും ഞാൻ വിചാരിക്കണു, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടെ കുറച്ച് നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ടീഷർട്ട്സ് കണ്ടു കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലിലുള്ള ടീഷർട്ട്സ് കണ്ടു. കുഞ്ഞിതാണ്, എനിക്ക് പാകാവില്ല. ആ പാകത്തിലുള്ള കുട്ടികളൊന്നും എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് ഞാനതൊന്നും നോക്കിയില്ല. വേറെ ഇവിടെ വേറെ എന്തോ എടുത്ത് ഇതാണ് ഞാൻ പറഞ്ഞ 49 റുപ്പീസിൻ്റെ ഒരു ലെഗിൻസ് കിട്ടിയെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ബെഡ്ഷീറ്റ്സ് ഉണ്ട്. ബെഡ്ഷീറ്റ്സിനൊക്കെ വില കുറവാണ്. 149, 349, 199 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ബ്ലാങ്കറ്റ്സ് ഉണ്ട്. നമ്മുടെ അടുത്ത് ഓൾറെഡി ഇങ്ങനത്തെ ബ്ലാങ്കറ്റ്സ് കുറച്ചുണ്ട്. പിന്നെ 129, 149 അവരാ പറഞ്ഞിരിക്കുന്ന വിലയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് അതൊക്കെ ബില്ല് ചെയ്യണം കേട്ടോ. എടുത്ത 3-4 ഐറ്റംസ് ബില്ല് ചെയ്യാണ്. വേറെ കാര്യമായിട്ടൊന്നും നോക്കിയില്ല. നമ്മളിങ്ങനെ നോക്കി വരുമ്പോൾ പൈസ പോകുന്ന വഴിയറിയില്ല. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ചേർന്നിട്ടുള്ള സ്റ്റോളാണിത്. ഇവിടെ ഇങ്ങനെ കയറുമ്പോൾ തന്നെ നോർമൽ എക്സിബിഷൻ ഹാളൊക്കെ പോലെ തന്നെ ചായല, അച്ചാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ക്വാഷ്, ഹോം മെയ്ഡായിട്ടുള്ള പ്രോഡക്റ്റ്സാണ് കേട്ടോ. ഇങ്ങനെ യൂണിറ്റ്സിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരില്ലേ, കുടുംബശ്രീ യൂണിറ്റ്സൊക്കെ വഴി, അതുപോലെയാണ് കേട്ടോ തോന്നിയത്. പിന്നെ ലിക്വിഡ്സ്, ക്ലീനിങ് ലിക്വിഡ്സ്, ഡിറ്റർജൻറ്റ്സ്, അങ്ങനെ കുറേ ബ്രാൻഡ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡെക്കോർ ഫ്ലവർ എന്താ പറയുക വേസസ് ആണ്, ചെറുതാണ്. പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ കുറച്ച് പാത്രങ്ങൾ, അരിപ്പ, അങ്ങനെ കിച്ചൺ ടൂൾസ്, കട്ടിംഗ് ബോർഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. 2 സൈഡല്ല, 1 2 3 3 റോയായിട്ടാണ് ഈ സംഗതികളൊക്കെ വെച്ചിട്ടുള്ളത്. ഇത് സ്ക്വാഷ്, ജാം, ഫാഷൻ ഫ്രൂട്ടിൻ്റെ ക്രഷ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഒരുപാട് റേറ്റ് ഇല്ല എന്ന് തന്നെ എനിക്ക് തോന്നി. എനിക്കിപ്പോൾ ഓരോന്നിൻ്റെയും റേറ്റ് ഓർമ്മയില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നിങ്ങൾ പോകുമ്പോൾ ഒന്ന് കയറി നോക്കാൻ കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥലമാണ്. ഇതാ ഇവിടെ കുറേ ഹാർട്ടുണ്ട്, വാലൻറ്റൈൻസ് ഇവരല്ലേ. പിന്നെ കുറച്ച് സോഫ്റ്റ് ടോയ്സ് ഉണ്ട്, സോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നോർമലി നമുക്കൊരു ഫ്ലീ മാർക്കറ്റിലൊക്കെ എന്തൊക്കെ കാണാൻ കിട്ടുമോ അതൊക്കെ ഇവിടെയും കാണാൻ പറ്റും. കുറേ സ്വിച്ച് ബോർഡ്സിൻ്റെ കുറച്ച് സാധനങ്ങൾ, ടെസ്റ്റർ, സ്ക്രൂ ഡ്രൈവർ, അങ്ങനെ കുറേ സംഗതികൾ ഇട്ടിരിക്കുന്നത് കണ്ടു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് നല്ല രസമായിട്ടുള്ള പല ഷേപ്പിലുള്ള ഇറേസേഴ്സ്, ഷാർപ്നർ, പെൻസില്, പെന്ന്, പലതരത്തിലുള്ളത് കണ്ടു കേട്ടോ. നല്ല ഭംഗിയുള്ളതൊക്കെ കണ്ടു. ഇതൊന്നും ഞാൻ വാങ്ങിയില്ല, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കി പോന്നു എന്ന് മാത്രം. രസമായിട്ടുള്ള കുറേ സാധനങ്ങൾ കണ്ടിരുന്നു. നല്ല ഫണ്ണിയായിട്ടുള്ള ഇതിലുള്ളത് ലിപ്സ്റ്റിക്കിൻ്റെ പോലത്തെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പെന്ന്, ലിപ്സ്റ്റിക്ക് പോലെയുള്ള പെന്ന്, ടാബ്ലറ്റ് പോലെ ഇരിക്കുന്ന പെന്ന്, സ്ലൈം. കുട്ടി ഉണ്ടായിരുന്നില്ല കൂടെ, അതുകൊണ്ട് വലിയ ബഹളം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവളുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ പെറുക്കിടേണ്ടി വന്നേനെ. ഇത് കുറേ കോംസാണ്. പിന്നെന്താ, ഞാനിവിടെ ഇങ്ങനെ ഇങ്ങനത്തെ ബാഗ്, ഇത് നമ്മളെപ്പോഴും ഇപ്പോൾ കാണുന്നൊരു ടൈപ്പ് ബാഗല്ലേ, അത് കണ്ടപ്പോൾ ജസ്റ്റ് നോക്കിയതാണ് കേട്ടോ. റേറ്റ് ഞാൻ ചോദിച്ചില്ല. നോർമലി അതിനൊരു 250 ഷോപ്പിൽ വരണേ.
ഇവിടെ മിറേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് സ്ലോ, അതായത് വീഡിയോ സ്പീഡാക്കാത്ത എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ബാഗ്സ് ഉണ്ട്, പല ടോട്ട് ബാഗും ഹാൻഡ് ബാഗും കുഞ്ഞി ബാഗൊക്കെ ഉണ്ട് കേട്ടോ. രസമായിട്ടുള്ള ബാഗുകളുണ്ട്. അത്ര ഒരുപാട് റേറ്റ് ഒന്നുമില്ല, ഒരു റീസണബിൾ റേറ്റിലൊക്കെ ഉള്ള ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിതാ അപ്പോൾ ലാസ്റ്റ് റോ ആണ്. ഇപ്പോൾ ഇവിടെ കുറേ ക്ലച്ചസും പേഴ്സും ഒക്കെ ഇരിക്കുന്നുണ്ട്. കുറച്ച് ഞാനിങ്ങനെ ചുമ്മാ നോക്കി, വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ, വെറുതെ നോക്കി. ഞാനിങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ട രീതിയിലുള്ളതൊന്നും അങ്ങനെ കണ്ണിൽ കണ്ടില്ല. പിന്നെ ഇതാ കുറേ കമ്മലുകൾ, ഹാങ്ങിങ്സ്, ഇയർ ഡ്രോപ്സ് ഒക്കെ കിടക്കുന്നുണ്ട്, വള, പിന്നെന്താ ആനക്കുട്ടി, സ്കൂട്ടർ, ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിങ്ങനെ നോക്കി നോക്കി പോയത്. പിന്നെ അവിടെ കുറേ പൊട്ട് കണ്ടു, ഇങ്ങനെ പാക്കറ്റിൽ പല കളറിൽ വരുന്ന പൊട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് കുട്ടിക്ക് ഇത് വലിയ ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു പൊട്ടെടുത്തു കേട്ടോ. 10 രൂപ എന്തോ ഉള്ളൂ ഇതിന്. ഇത് ഒരു നമ്മുടെ P6 ഒക്കെ സൈസ് ഐടെക്സിൻ്റെ ഒക്കെ പൊട്ട് വാങ്ങില്ലേ, ആ ഒരു സൈസിലുള്ള പൊട്ട്. പിന്നെ ഇവിടെ കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ട്, പക്ഷേ അത് എത്ര കണ്ടും ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് അറിയാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഐടെക്സിൻ്റെ കൺമഷി എടുത്തു. പിന്നെ ഇതാ 2 ഹെന്ന കോൺ, മെഹന്തി കോൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് മൈലാഞ്ചി ഇടാൻ വലിയ ഇഷ്ടമാണ്, അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെന്താ നമ്മുടെ ഒരു കുഞ്ഞി ട്രേ ആണത്, അതിലേക്ക് ഇങ്ങനെ പെരുക്കി പെരുക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് വലുതൊക്കെ നോക്കിയിട്ട്. ഇത് എടുത്ത് കഴിയുമ്പോൾ തോന്നുന്നത് എന്തിനാണ് എടുക്കണം. ഇതൊക്കെ പിന്നെ ഇവിടെ ഞാനിങ്ങനെ നല്ല ഭംഗിയുള്ള എഡി സ്റ്റോൺ വെച്ചിട്ടുള്ള കമ്മൽ കണ്ടു കേട്ടോ, നല്ല രസമായിട്ട് തോന്നി. അതിന് 80 റുപ്പീസ് എന്തോ ആണ്. അന്ന് ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ക്ലച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. വേറെയും കുറേ ഒരുപാട് ക്ലിപ്സും സംഗതികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ നമുക്ക് ആവശ്യമുള്ളതല്ലേ വേണ്ടു, അതുകൊണ്ട് അതൊന്നും എടുത്തില്ല, തിരിച്ചു പോന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിക്കാം. ഓക്കെ, ഞാൻ ഇനി വീട്ടിൽ വന്നിട്ടുള്ള ഒരു അൺബോക്സിങ് അല്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വാങ്ങിയെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരേ പാറ്റേണിലുള്ള 2 ഫ്രോക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, സൈസ് ഡിഫറൻസിൽ വാങ്ങിയിട്ടുള്ള. എൻ്റെ കുട്ടിക്കും അനിയത്തിയുടെ കുട്ടിക്കും വാങ്ങിയിട്ടുള്ളതാണ്. ഇതിന് 199 ആണ് റേറ്റ് ആയത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ ഡിസൈനും ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കുഞ്ഞ് സ്ലീവൊക്കെ ആയിട്ട് നല്ല കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്നതാണല്ലോ. കുട്ടികൾക്ക് ബനിയൻ്റെ ഇടാൻ ഇഷ്ടമുണ്ടാവുമല്ലോ, അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് 2 എണ്ണം. മെറ്റീരിയൽ അത്യാവശ്യം അത്ര ലോലമായിട്ടുള്ള മെറ്റീരിയൽ അല്ല കേട്ടോ, അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു പർച്ചേസ്. പിന്നെ നമ്മൾ 2 ടീഷർട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഏട്ടനും എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ സൈസ് ലാർജ് എന്തോ ആണെന്ന് തോന്നുന്നു. ലാർജ് ഓരോ ബ്രാൻഡിനനുസരിച്ച് സൈസ് വ്യത്യാസം ഉണ്ടല്ലോ. സ്ലിം ഫിറ്റ് ആയിട്ടുള്ള ടീഷർട്ടാണ്, ഫുൾ സ്ലീവ് ആയിട്ടുള്ളത്. നല്ല മെറ്റീരിയലാണ്. 249 ആണ് കേട്ടോ അതിന് റേറ്റ് വന്നത്. ആ റേറ്റിന് നല്ല വർത്തായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഒരെണ്ണം സൂപ്പർ ഡ്രൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീഷർട്ടും, ഇതിൻ്റെ സൈസ് കാണില്ല, ഒരു 38 ഷോർട്ട് മീഡിയം ഒക്കെ സൈസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ടുള്ള സൈസാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടോ, നല്ല അത്യാവശ്യം അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ, നല്ല കട്ടിയുള്ളതാണ്. നമുക്ക് വിൻ്റർ വെയർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെയാണ് ഈ ഒരു ടീഷർട്ട്. ആ ബ്ലാക്ക് ടീഷർട്ടും അതേപോലെ തന്നെ സെയിം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇതൊരു US പോളോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ടീഷർട്ടാണ്. ഇതിൻ്റെ സൈസ് ലാർജ് L സൈസിലുള്ളതാണ് കേട്ടോ. ഇപ്പോൾ L സൈസ് ആണെങ്കിലും ഇത് ഇപ്പോൾ നോർമലി L സൈസ് എടുക്കുന്നവർക്ക് ഈ L സൈസ് ചിലപ്പോൾ പറ്റുണ്ടാവില്ല കേട്ടോ. കുറച്ചും കൂടി XL XXL ഒക്കെ എടുക്കേണ്ടി വരുമായിരിക്കും. കാരണം ഏട്ടൻ ഷോർട്ട് മീഡിയം ആണ് എടുക്കുക, എന്നിട്ട് ഈ L സൈസ് കറക്റ്റാണ്. ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടോ, നല്ലതാണ്, നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റി ഉള്ള തുണി തന്നെയായിട്ടാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതും സെയിം 249ൻ്റെ ടീഷർട്ടാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് എന്താണ്, ട്രാക്ക് പാൻറ്റ് എടുത്തായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു ട്രാക്ക് പാൻറ്റ്. ഇതിന് 179 എന്തോ ആണ് ആയിട്ടുള്ളത്. ഈ റേറ്റ് തന്നെയാണ്. വേറൊരു ട്രാക്ക് പാൻറ്റും കൂടി എടുത്തിട്ടുണ്ട്, അതിന് ആ ഒരു റേറ്റ് തന്നെയാണ് ആയിട്ടുള്ളത്. പക്ഷേ അതിട്ട് പോയി തോന്നുന്നു, അതിൽ ഇപ്പോൾ കാണില്ല കേട്ടോ. അങ്ങനെ ഇത്രയും സംഗതികളാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ലെഗിൻ എടുത്തിട്ടുണ്ടായിരുന്നു 49 റുപ്പീസിന്, ഞാൻ പറഞ്ഞല്ലോ. അത് നല്ലതാണ് കേട്ടോ. ഞാൻ അതിട്ട് നോക്കിയപ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് തോന്നി, നല്ല വർത്ത് ബൈ ആണ്. അത്രയും
അല്ലേ റേറ്റ് ഉള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ വാങ്ങിയത് എന്താ, അവിടുന്ന് വാങ്ങിയതാ ഹെന്ന കൺമഷി, ക്ലച്ച്, പുട്ട്, അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ ആ വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയാൽ വലിയ തെറ്റില്ലാത്ത സ്ഥലമായിട്ടാണ് തോന്നിയത്. ഒരുപാട് റേറ്റ് ഇല്ല, നമുക്ക് ചുമ്മാ കാണാം. ഇങ്ങനെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാം. എന്തെങ്കിലും വാങ്ങാൻ തോന്നിയാൽ വാങ്ങാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങാം, ആവശ്യമില്ല അതൊന്നും വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ. അത്രയേ ഉള്ളൂ. താങ്ക് യു.